അപ്പോൾ ഈ യാത്രയിൽ നമ്മുടെ മീറ്റിംഗ് പോയിന്റ് തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡായിരുന്നു കേട്ടോ. അപ്പോൾ പുലർച്ചെ 4 മണി 4:15 ആകുമ്പോഴേക്കും നമ്മളടുത്ത് അവിടെ എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യാത്രയുടെ ആദ്യ പടിയായിട്ട് എല്ലാവർക്കും ബനിയൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈക്കിങ്ങിന് പോകുന്നത് കൊണ്ട് തന്നെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കളർ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ബനിയന്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ബസ്സിനാണ് പോകുന്നത് നാഗർകോവിലേക്ക്. നമുക്ക് ട്രെയിനിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്ന് ബസ്സിൽ കയറി ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ഞങ്ങൾ നാഗർകോവിലെത്തി. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മൾ അടുത്ത ബസ്സിൽ കയറി. ഈ ബസ്സിൽ കയറിയിട്ട് നമ്മുടെ സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ സ്പോട്ട് വരുന്നത് ഒറ്റയടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്ററേ ഉള്ളൂ ഒറ്റയടിയിലേക്ക്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവരും വന്നിറങ്ങിയത്. ദെൻ നമുക്ക് സ്പോട്ട് നമുക്ക് താഴെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ. പുള്ളി നമുക്ക് എല്ലാതും വിശദീകരിച്ച് തരികയാണ് കേട്ടോ. നമ്മൾ ഓവറോളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് അദ്ദേഹമായിരുന്നു കണ്ടോ. ഈ വലിയ മലയാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ആശ്രമം ഉണ്ട് കേട്ടോ. ആ ആശ്രമത്തിൽ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ മല കയറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ആദ്യം കുറച്ച് സ്റ്റെപ്പൊക്കെയാണ്. ഇപ്പോൾ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ കയറി തൊഴാനായിട്ടൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്തിനാന്ന് വെച്ചാൽ മരുതുമലയുടെ കഥയും ചരിത്രം എല്ലാം അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കാതും കൂർപ്പിച്ച് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് കേട്ടോ.